ഭാരത് ജോഡോ യാത്രയുടെ തുടക്കത്തിൽ നാം കണ്ടതാണ്. ഗോവയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രിയടക്കം ബഹുഭൂരിപക്ഷം MLA-മാരും പാർട്ടി വിട്ട് BJP-യിലേക്ക് ചേക്കേറിയത്. ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിക്കുന്നതിന് മുൻപും സമാനമായ നീക്കമുണ്ടായി. മഹാരാഷ്ട്ര കോൺഗ്രസിലെ ശക്തമായ മുഖമായ മിലിന്ദ് ദേവറയും കൂട്ടരും കോൺഗ്രസ് വിട്ട് നിലവിലെ ഔദ്യോഗിക ശിവസേനയായ ഷിൻഡെ വിഭാഗത്തോടൊപ്പം ചേർന്നു. സമീപത്തെ ഗുജറാത്തിലും സമാനമായ നീക്കങ്ങൾ സജീവമാണ്. ചോദ്യം ഇത്രമാത്രം: മിലിന്ദ് ദേവറ എന്തുകൊണ്ട് BJP-യിൽ ചേരാതെ ശിവസേനയിൽ ചേർന്നു? രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു കൂട്ടം ചെറുപ്പക്കാരായ നേതാക്കളും അതേ നിരയിലേക്ക് ഉയർത്തപ്പെട്ടു. ജ്യോതിരാദിത്യ സിന്ധ്യ, സച്ചിൻ പൈലറ്റ്, ജിതിൻ പ്രസാദ, RPN സിംഗ്, മിലിന്ദ് ദേവറ എന്നിവരായിരുന്നു അതിൽ പ്രമുഖർ. എന്നാൽ 2019 മുതൽ ഈ ടീമിൽ നിന്ന് ഓരോരുത്തരായി കൊഴിഞ്ഞു പോവുകയായിരുന്നു. ആദ്യം സഖ്യം വിട്ടത് സിന്ധ്യ, പിന്നാലെ പ്രസാദയും RPN സിംഗും, ഇപ്പോൾ ഇതാ ദേവറയും. ഇനി ശേഷിക്കുന്നത് നേതൃത്വത്തിന്റെ നിലപാടുകളോടും ഗെലോട്ടിനോടും അതൃപ്തി പലവട്ടം വ്യക്തമാക്കിയ സച്ചിൻ പൈലറ്റ് മാത്രം. അതും ഇനി എത്ര നാളെന്ന ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസിൽ സജീവം. മുൻ കേന്ദ്രമന്ത്രിയും മഹാരാഷ്ട്രയിലെ ശക്തനായ കോൺഗ്രസ് നേതാവുമായിരുന്ന മുരളി ദേവറയുടെ മകനാണ് മിലിന്ദ്. 2004-ൽ ആദ്യമായി ലോക്സഭയിലെത്തിയ മിലിന്ദ് 2011-ൽ കേന്ദ്ര സഹമന്ത്രിയായി. 2014-ൽ UPA സർക്കാർ അധികാരമൊഴിയും വരെ ആ പദവിയിൽ തുടരുകയും ചെയ്തു. തുടക്കക്കാരനായ മിലിന്ദിന് അവസരമൊരുക്കി നൽകി മഹാരാഷ്ട്ര കോൺഗ്രസിൽ മാത്രമല്ല ദേശീയ തലത്തിലും കരുത്തു പകർന്നു കൊടുത്തതാകട്ടെ രാഹുൽ ഗാന്ധിയായിരുന്നു. കോൺഗ്രസിന്റെ ഭാവി വാർത്തെടുക്കുകയായിരുന്നു അദ്ദേഹം അതിലൂടെ ശ്രമിച്ചത്. എന്നാൽ നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചവർക്ക് പക്ഷേ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ കൈക്കരുത്തിൽ പിന്മാറേണ്ടി വന്നു. രാഹുൽ ആഗ്രഹിച്ചതുപോലെ അദ്ദേഹത്തോടൊപ്പം നിന്നില്ല. അതിലെ അവസാന കണ്ണിയാണ് മിലിന്ദ് ദേവറ. I've never seen Varsha being open to the public in the way that it has under his leadership. And he's somebody who works on the ground. He's somebody who works extremely hard. He's somebody who is accessible. And through his party, there is a way to strengthen his hands, to strengthen Mumbai's hands, and certainly under the leadership of our Prime Minister Narendra Modi ji to strengthen his hands towards the betterment of India. That is something that I want to do. I've been wanting to contribute. I had hopes that Congress would change. Unfortunately, it has a different view, it has a different approach, it has a different style of politics. It's very different from when I joined it in 2004. ദേശീയ അന്തർദേശീയ വേദികളിൽ പാർട്ടിയെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ ഷിൻഡെയുടെ ശിവസേനയ്ക്ക് ആവശ്യമായിരുന്നു. ഇതാണ് മിലിന്ദിലൂടെ നികത്താൻ സാധിച്ചത്. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന മിലിന്ദ് ദേവറയുടെ വ്യക്തിബന്ധങ്ങളും പിതാവായ മുരളി ദേവറയുടെ ദേശീയ അന്തർദേശീയ വ്യവസായ സമൂഹത്തിലെ പ്രമുഖരുമായുള്ള ബന്ധവും മുകേഷ് അംബാനിയുമായുള്ള മിലിന്ദിന്റെ അടുപ്പവുമെല്ലാം നിർണായക ഘടകങ്ങളായി. ഇതിന്റെ തെളിവാണ് ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ മഹാരാഷ്ട്രയെ പ്രതിനിധീകരിച്ച് മിലിന്ദ് ദേവറ പങ്കെടുത്തത്. വ്യക്തിഗതമായ താൽപര്യത്തിന്റെ ഭാഗമായാണ് താൻ ഫോറത്തിൽ പങ്കെടുത്തതെന്നാണ് മിലിന്ദ് അവകാശപ്പെടുന്നത്. ശിവസേനയ്ക്ക് മിലിന്ദിനോടുള്ള താല്പര്യത്തിന്റെ കാരണം അറിഞ്ഞു. എന്നാൽ എന്താണ് ശിവസേന തെരഞ്ഞെടുക്കാനുള്ള മിലിന്ദിന്റെ കാരണം? പാർലമെന്റിലേക്ക് എത്തുക എന്നതാണ് മിലിന്ദിന്റെ ലക്ഷ്യം. 2014-ലും 2019-ലും മുംബൈ സൗത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും ദയനീയമായാണ് മിലിന്ദ് പരാജയപ്പെട്ടത്. ഇതേ തുടർന്ന് മുംബൈ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മിലിന്ദ് സ്വമേധയാ രാജിവെക്കുകയും ചെയ്തു. മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായിരുന്നു രാജിയെന്നാണ് വിശദീകരണമെങ്കിലും കോൺഗ്രസ് നേതൃത്വവുമായി മിലിന്ദ് അകലാൻ തുടങ്ങിയിരുന്നു. നേതൃത്വത്തിന്റെ പല തീരുമാനങ്ങൾക്കെതിരെ പല ഘട്ടത്തിലും പരസ്യമായി രംഗത്തു വന്നു. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ മുംബൈ സൗത്തിൽ നിന്ന് മത്സരിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് ശിവസേനയിലേക്കുള്ള മാറ്റം. ഇന്ത്യ സഖ്യം രൂപീകരിച്ചതോടെ മുംബൈ സൗത്ത് ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് നൽകേണ്ടി വരും. കാരണം കഴിഞ്ഞ 2 തവണകളായി ഉദ്ധവ് വിഭാഗം നേതാവ് അരവിന്ദ് സാവന്താണ് ഇവിടെ നിന്ന് ജയിക്കുന്നത്. ജയിക്കുന്ന സീറ്റ് കോൺഗ്രസിന് നൽകാൻ സേന തയ്യാറാകില്ല. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് അത് ആവശ്യപ്പെടുത്തുമില്ല. അങ്ങനെയാകുമ്പോൾ 2 തവണ പരാജയപ്പെട്ട മിലിന്ദിന് ലോക്സഭയിലേക്ക് എത്താനുള്ള മാർഗം പതിയെ അടയുകയായിരുന്നു. ഇതിനുള്ള പരിഹാരമായിരുന്നു ഷിൻഡെയുടെ ശിവസേന. मैं इस मंच के माध्यम से आप सभी से निवेदन करना चाहता हूं कि आइए एक सुनहरा भविष्य बनाने के लिए हम बाला साहेब के शिवसेना के माध्यम से एकनाथ शिंदे जी के हाथों को मजबूत करें, नरेंद्र मोदी जी के हाथों को मजबूत करें और मुंबई, महाराष्ट्र और भारत के
बेहतर सेवा करें। മഹാവികാസ് അഘാടി സഖ്യത്തിലെ രണ്ട് കക്ഷികളായ ശിവസേനയിൽ നിന്നും NCPയിൽ നിന്നും നേതാക്കളെ അടർത്തിമാറ്റാൻ BJPക്കും ഷിൻഡെയ്ക്കും സാധിച്ചെങ്കിലും കോൺഗ്രസിൽ നിന്ന് അത് സാധിച്ചിരുന്നില്ല. ഇതാണ് ഇപ്പോൾ പൊതുതെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപേ ഷിൻഡെ വിഭാഗത്തിന് സാധിച്ചത്. ഇത് വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് നൽകിയത്. പ്രവർത്തകർക്കിടയിൽ ബന്ധമില്ലെങ്കിലും മിലിന്ദിന്റെ വ്യക്തിബന്ധങ്ങളും വ്യവസായ രംഗത്തെ ബന്ധങ്ങളും ഏറെ ഗുണകരമായിരുന്നു. പൊതുതെരഞ്ഞെടുപ്പിന് മുൻപുള്ള കൊഴിഞ്ഞുപോക്ക് മഹാരാഷ്ട്രയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് കോൺഗ്രസിനെ അലട്ടുന്നത്. കേവലം 17 MLA മാർ ഉണ്ടായിരുന്ന ഗുജറാത്തിൽ ഒരു മാസത്തിനിടെ 2 MLA മാരാണ് BJPയിൽ ചേർന്നത്.